പോട്ടോട്ടം ഇനി കോന്നി എക്കോ ടൂറിസത്തിലേക്കാണ്. അവിടുത്തെ വിശേഷങ്ങൾ നോക്കാം, ഒപ്പം തന്നെ അവിടെ എത്തുന്ന സഞ്ചാരികളുടെ പ്രതികരണം നോക്കാം. ലെറ്റ്സ് ഗോ. എങ്ങനെയുണ്ട് കോന്നി ആനസങ്കേതം? ഇത് ഞങ്ങൾ പല പ്രാവശ്യം ഇവിടെ വന്നിട്ടുള്ളതാണ്. സെയിം ഇത് തന്നെ ഇവിടെ കാണുന്നുണ്ട്. എന്നും വരുമ്പോൾ ഒരു മാറ്റമൊന്നുമില്ല, കൂടുതൽ ആനകളൊന്നും വന്നിട്ടില്ല. ഇത് തന്നെയുള്ളൂ. ഇന്നാളെങ്കിലും കൂടുതൽ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. ഇപ്പോഴ് കുറവുണ്ട്. അപ്പൊ ഈ ചൂടൊക്കെ അല്ലേ ഭയങ്കര ചൂടാണ്. വളരെ ബുദ്ധിമുട്ടി അതിനകത്ത് നിൽക്കുന്നത് തന്നെ. ഇപ്പം എല്ലാ കാലത്തും വരാറുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പം ഇവിടുന്ന് അടുത്ത് തന്നെയല്ലേ മല്ലപ്പള്ളി എന്ന് പറയുന്നത്? ഇവിടുന്ന് 40-50 കിലോമീറ്ററാണ് വരും. എങ്ങനെയുണ്ട് ഇവിടെ ചോദിക്കുന്നതിനെക്കാട്ടി ഇവിടെ ചോദിക്കുമ്പോഴായിരിക്കും കൂടുതൽ? അമേരിക്കയിലല്ലേ? അല്ല, ഇങ്ങനത്തെ ഓരോ സിറ്റുവേഷൻസ് ഇതുപോലെ ഉണ്ടാക്കി വെക്കുമ്പോൾ ആൾക്കാർക്ക് കാണാൻ നല്ല, പിള്ളേർക്കും എല്ലാം എൻജോയ് ചെയ്യാൻ നല്ല. എലിഫന്റ്സ് ഇങ്ങനെ കാണുമ്പം നേരിട്ട് കാണാൻ എപ്പോഴും പാടാ. അതുകൊണ്ട് ഇങ്ങനെ ഇച്ചിരൂടെ ഇത് വികസിപ്പിച്ച് നല്ലതാക്കുന്നതാണെങ്കിൽ എല്ലാവർക്കും നല്ല. അവിടുത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അവിടെ ഇങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടോ? ഉണ്ട്. ഇച്ചിരൂടെ നല്ലതായിട്ട് അവർ ഡെവലപ്പ് ചെയ്യും. ചെറിയ കാര്യമാണെങ്കിലും അവർ ചെയ്തു വരുമ്പം വലിയൊരു കാര്യമാക്കി വരും. ഇതുപോലെ നല്ല കാര്യങ്ങൾ, ഇത്രയും നാച്ചുറൽ ആയിട്ടുള്ള സംഭവങ്ങളൊന്നും അവിടെ പലപ്പോഴും കാണാറില്ല. നമ്മൾ ഇച്ചിരൂടെ ഒന്ന് ഡെവലപ്പ് ചെയ്ത് വന്നാൽ വളരെ ബെറ്റർ ആയിരിക്കും. വർഷത്തിൽ എല്ലാ സമയത്തും സഞ്ചാരികളെ ആകർഷിക്കുന്ന ഒരിടം കൂടിയാണിത്. അതിമനോഹരമാണ് ഇവിടം. ഇവിടുത്തെ കാഴ്ചകൾ ഏറ്റവും ആകർഷകമായിട്ടുള്ളത് ആനകൾക്കായുള്ള മനക്കൂടുകളാണ്. ആ മരക്കൂടുകളിൽ ഇഷ്ടം പോലെ ആനകളെ ഒരേ സമയം പാർപ്പിക്കാനാകുമെന്നുള്ള ഒരു പ്രത്യേകതയുണ്ട്. ആ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. നല്ലൊരു അന്തരീക്ഷമാണ്. നമുക്ക് പ്രായമുള്ള കുട്ടികൾക്ക് വന്ന് കളിക്കാനും ഇവിടെ ചിൽഡ്രൻസ് പാർക്കുണ്ട്. അതുപോലെ ഈ എക്കോ ടൂറിസം വളരെ നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ. കുട്ടികൾക്കാണെങ്കിലും നല്ലൊരു അന്തരീക്ഷം. ഇവിടെ സ്ഥലം പത്തനംതിട്ട തന്നെ, പന്തളം, കുളനട. എങ്ങനെയുണ്ട് ഇലക്ഷനൊക്കെ? ഇലക്ഷൻ നന്നായി പോകുന്നു. എന്തെങ്കിലും ഒരു തീരുമാനമൊക്കെ എടുത്തിട്ടുണ്ടാവില്ല, ഇന്ന ആൾക്ക് പിന്തുണ കൊടുക്കാന്നൊക്കെ ഉള്ള രീതി? ആക്ച്വലി ഞാൻ ഇപ്പം ലീവിന് വന്നാണ്. ഞാൻ പുറത്ത് ജോലി ചെയ്യുന്നതാണ്. പ്രവാസിയാണ്. പ്രവാസികൾക്ക് കൂടുതൽ ആശങ്കകളൊക്കെ ഉള്ള സമയമൊക്കെയാണ്. അപ്പൊ ആ കാര്യങ്ങളൊക്കെ കൂടുതലും സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്നുള്ളതൊക്കെയുള്ള ഒരു കാര്യമുണ്ടല്ലോ. തീർച്ചയായിട്ടും അങ്ങനെ പല ആശങ്കകൾ പലർക്കും, എല്ലാ വ്യക്തികൾക്കും ഉണ്ടല്ലോ. നമ്മുടെ നാട്ടിൽ താമസിക്കുന്നവർക്കും പ്രവാസികൾക്ക് എല്ലാവർക്കും ആശങ്കകളുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് പ്രത്യേകിച്ച് ഒരു പാർട്ടിയായിട്ട് അങ്ങനെ വോട്ട് ചെയ്യണമെന്നൊന്നുമില്ല. കഴിവുള്ള ആൾക്കാരെ തിരഞ്ഞെടുക്കണമെന്നാണ് എന്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു പോളിസി. അപ്പൊ അപ്പം കാൻഡിഡേറ്റ്സിനെ നോക്കിയിട്ട് അവർക്ക് കഴിവുള്ള ആൾക്കാരെ, ചെറുപ്പക്കാരെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുക. കഴിവുള്ള ആൾക്കാർ വന്നിട്ട് ആൾക്കാർക്ക് ഉപകാരം ചെയ്യുന്ന ആൾക്കാർ വരിക എന്നുള്ളതാണ് നമ്മുടെ ഒരു. എന്തായാലും വോട്ട് ചെയ്യാനുണ്ട്. ഇത്തവണ വോട്ട് ചെയ്യണമെന്നാണ് കരുതുന്നത്. ഇപ്പൊ നാട്ടിലുണ്ടതുകൊണ്ട് വോട്ട് ചെയ്യണമെന്നുള്ള ഒരു തീരുമാനത്തിലിരിക്കുകയാണ്. എങ്ങനെയുണ്ടായിരുന്നു? ആനയൊക്കെ കണ്ടോ? എത്ര ആന ഉണ്ടായിരുന്നു ഇവിടെ? കുറെ ആനയുണ്ട്. ഇടക്കിടക്ക് ഇങ്ങനെ പോവാറൊക്കെ ഉണ്ടോ സ്ഥലങ്ങളൊക്കെ? ഇവിടെ ആദ്യമായിട്ട് വരുവാണോ? ഇവിടെ ആദ്യമായിട്ട് വരുവാ. ആകെ ഇലക്ഷൻ നമ്മുടെ വോട്ടർ ഐ ഡി കിട്ടിക്കഴിഞ്ഞിട്ട് ഓരോ ഇലക്ഷന് മാത്രമേ നാട്ടിലുണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ അടുത്ത ഇലക്ഷനാണ് ഇപ്പൊ നാട്ടിലുള്ളത്. ഏകദേശം ഒരു 5 വർഷം മുമ്പാണ് ഇലക്ഷൻ ഉണ്ടായിരുന്നത്. ഇത്തവണ എന്തായാലും വോട്ട് ചെയ്യാൻ തീരുമാനിച്ചു. വോട്ട് ചെയ്യും. സാഹചര്യങ്ങളൊക്കെ അറിയാമല്ലോ, സാധനങ്ങൾക്കൊക്കെ ഒടുക്കത്ത വിലയാണ്. അതെ. അപ്പൊ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ചെറുപ്പക്കാർക്ക്, അതാണ് എന്റെ ഒരു പോളിസി. ചെറുപ്പക്കാരാകുമ്പോൾ അവർക്ക് നല്ല വിദ്യാഭ്യാസമുള്ള ആൾക്കാരെ, നല്ല എഡ്യൂക്കേഷൻ ഉള്ള ആൾക്കാരെ സെലക്ട് ചെയ്ത് നാടിന്റെ വികസനത്തിന് വേണ്ടി വോട്ട് ചെയ്യും. ഇലക്ഷന് വോട്ടൊക്കെ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടാവുമല്ലോ. ഇവിടെ ഉണ്ടെങ്കിൽ ചെയ്യും, ഇല്ലെങ്കിൽ ഇല്ല. എവിടെ? പുറത്താണോ? എന്തായാലും ഇവിടെ കാണുമെന്ന് വിചാരിക്കുന്നത്. എന്തായാലും ഒരു 10-13 ദിവസം മാത്രമേ ഉള്ളൂ. അതിനുമ്പ് ലീവ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ തിരിച്ചു കൊണ്ടുവരും. എങ്കിലും ഒരു വന്നപ്പോൾ ഒരു ഇലക്ഷന്റെ വൈബൊക്കെ മനസ്സിലായി കാണുമല്ലോ. ഈ സ്ഥാനാർത്ഥികൾ ആരൊക്കെയാണെന്ന് അറിയാം. എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാവുമല്ലോ. ഉണ്ടാവണം. എങ്കിലും ഒരു പൊതുവെയുള്ള ഒരു വിലയിരുത്തൽ എങ്ങനെയാണ്? കൂടുതലായിട്ട് ഇൻവോൾവ് ആകാത്തതുകൊണ്ട് അതേക്കുറിച്ചൊന്നും പറയാനില്ല. ഇനി നമുക്ക് ഇവിടുത്തെ ഗജവീരന്മാരെ കാണാം. വാ.
ആനകളാണ് ഇവിടെ ഉള്ളത്. ഒരു 3 പിടിയാനകളും ഒപ്പം തന്നെ 2 കൊമ്പന്മാരും ഒരു കുട്ടി ആനയുണ്ട്. ഇപ്പൊ എന്റെ ബാക്കിൽ നിൽക്കുന്നതാണ് കൃഷ്ണ. 11 വയസ്സാണ് ഈ ആനയ്ക്കുള്ളത്. തിരുവനന്തപുരം ഡിവിഷനിൽ പരുത്തിപ്പള്ളി റേഞ്ചിൽ നിന്ന് 2014 ഈ ആനയെ അവർക്ക് ലഭിക്കുന്നത്. അതിനുശേഷം ഇങ്ങോട്ടേക്ക് കൊണ്ടുവരികയായിരുന്നു. എന്തായാലും വളരെ ഊർജ്ജസ്വലനായിട്ടുള്ള ഒരു ആന തന്നെയാണ്. സഞ്ചാരികൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുകയും ഒപ്പം തന്നെ ആ രീതിയിൽ അവരെ ആകർഷിക്കുന്ന തരത്തിൽ ഈ തലയാട്ടുന്നത് കാണുമ്പോൾ തന്നെ കൊച്ചുകുട്ടികൾക്കൊക്കെ തന്നെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ആന കൂടിയാണ്. അങ്ങനെ നിരവധി ആനകളുണ്ട്. 3 പിടിയാനകളും 2 കൊമ്പന്മാരുമാണ് ഈ ഒരു ആനസങ്കേതത്തെ കൂടുതൽ വർണ്ണാഭമാക്കുന്നത്, കൂടുതൽ പ്രിയങ്കരമാക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. മറ്റാനകളെ കൂടി നമുക്ക് പരിചയപ്പെടാം. 3 പിടിയാനകളിൽ ഒന്നാമനാണ് ഇവയ്ക്ക് 22 വയസ്സുണ്ട്. 2003 ഈ ആനയെ ഇവിടെ ലഭിക്കുന്നത്, ഇവിടേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നത്. ഒപ്പം തന്നെ തൊട്ടിപ്പുറത്ത് പ്രിയദർശിനിയുണ്ട്. 40 വയസ്സാണ് പ്രായം. ഏറ്റവും കൂടുതൽ പ്രായമുള്ള ഒരു ആന കൂടിയാണ്. 40 വയസ്സാണ് ഈ പ്രിയദർശിനിക്ക് പ്രായമായിട്ടുള്ളത്. കോന്നി ഡിവിഷനിൽ മണ്ണാർപ്പാറ റേഞ്ചിൽ പാലക്കുഴിയിൽ നിന്ന് 1992 ഈ ആന ലഭിക്കുന്നത്. അതിനുശേഷം നിരവധി വർഷങ്ങളായി ഇവിടെ തന്നെ ഉണ്ട്. ചില പരിക്കുകളൊക്കെ കാലുകളിലൊക്കെ ഉണ്ട് എങ്കിൽ പോലും തന്നെ വിദഗ്ധ ചികിത്സ നൽകുകയും ചെയ്യുന്നുണ്ട്. എല്ലാവരും വളരെ ആകാംക്ഷയോടുകൂടി തന്നെയാണ് പ്രിയദർശിനെ നോക്കിക്കാണുകയും ചെയ്യുന്നത്. മറ്റൊന്ന് മീനയാണ്. 33 വയസ്സാണ് മീനയ്ക്കുള്ളത്. കോന്നി ഡിവിഷനിൽ മണ്ണാർപ്പാറ റേഞ്ചിൽ നിന്ന് തന്നെയാണ് 91 നിന്നാണ് ഈ ഒരു ആനയെ ലഭിക്കുന്നത്. കൂട്ടത്തിലെ കൊമ്പനാണ് എന്റെ പിന്നിൽ കാണുന്നത്, നീലകണ്ഠൻ. 27 വയസ്സാണ്. മലയാറ്റൂർ ഡിവിഷനിൽ വട്ടപ്പാറം ഭാഗത്ത് നിന്ന് 996 ഇവനെ കിട്ടുന്നത്. പിന്നീട് 2021 ഈ ആനത്താവളത്തിലേക്ക് ഈ കൊമ്പനെ കൊണ്ടുവരുന്നത്. ഇവിടെ ഉള്ളതിൽ ഏറ്റവും തലയെടുപ്പുള്ള ആന കൂടിയാണ് എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. എന്തായാലും മറ്റ് കാഴ്ചകളുണ്ട്. ഇനിയൊരു കുട്ടിക്കൊമ്പനെ കൂടി നമുക്ക് പരിചയപ്പെടുത്താനുണ്ട്. അതിലേക്ക് കൂടി കടക്കാം. On the day. I only day too long my day. My day is 100 day at work. You like elephant? Yes. Why? And my elephant are my best friend. Oh. That's why you like the elephant? Yes. Which elephant you like? Which one is you like? That. Which That one. Yes. Eva. Yes. My even. And my elephant name. I know my dinner and then my dad did business. But my elephant. വർഗീയ ശക്തികൾക്കെതിരെ വികസനം കൊണ്ടുവരുന്ന ഉത്തമനായ ആളുകൾക്ക് നോക്കിയും കണ്ടും സോഷ്യൽ മീഡിയയിൽ മാത്രം കണ്ടുവരുന്ന റീൽസുകൾ മാത്രം നോക്കാതെ കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ള വിശദമായ വീഡിയോസ് ഇപ്പോൾ യൂട്യൂബിൽ തന്നെ നോക്കിയാൽ ഓരോരുത്തർക്കെതിരെയുള്ള അല്ലെങ്കിൽ എന്താണ് ആളുകൾ പറയുന്നത്, എന്താണ് അവർ ചെയ്ത പിശകുകൾ, എങ്ങനെയാണ് നമ്മുടെ രാഷ്ട്രീയം ഇപ്പം ഇന്ത്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, എങ്ങനെയാണ് മതപരമായ കലഹങ്ങൾ നടത്തിയത് വോട്ടായി കൺവേർട്ട് ചെയ്യാൻ ആളുകൾ നോക്കുന്നതെന്നുള്ള പല കാര്യങ്ങളും നമുക്കിപ്പം വ്യക്തമാണ്. അത് കുറച്ചുകൂടെ പഠിച്ചിട്ട് നിങ്ങൾ ചിന്തിച്ച് വോട്ട് ചെയ്യുക. ഒരിക്കലെങ്കിലും ഈ കോന്നി ടൂറിസം കേന്ദ്രം സന്ദർശിക്കണമെന്നുള്ളത് തന്നെയാണ്. കാരണം അതിമനോഹരമാണ് ഇവിടം. ഒപ്പം തന്നെ ആനകളെ കുറിച്ച് അറിയാനും അതിന്റെ കാര്യങ്ങളൊക്കെ പഠിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു മ്യൂസിയം തന്നെ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഇവിടെ എത്തുന്ന സഞ്ചാരികൾക്ക് ആന സഫാരി നടത്തുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അത്തരത്തിൽ അതിഗംഭീരമായ ഒരിടം കൂടിയാണിത്. ഈ ചൂടുകാലത്തും ഇവിടേക്ക് നിരവധി ആളുകൾ എത്തുകയും ചെയ്യുന്നുണ്ട്. ഒരിക്കലെങ്കിലും ഇവിടേക്ക് എത്താം. അതായത് വർഷത്തിൽ
എല്ലാ സമയത്തും ഇവിടെ സന്ദർശകർ എത്തുമെന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഒരിക്കലെങ്കിലും ഇവിടെ വന്ന് ഈ ആനകളെയൊക്കെ കാണാനും ഇവിടുത്തെ കാഴ്ചകൾ കാണാനും അത് കണ്ട് ആസ്വദിക്കുവാനും ശ്രമിക്കണമെന്നുള്ളത് തന്നെയാണ്. ക്യാമറമാൻ ഹരികൃഷ്ണനൊപ്പം MG മിഥുൻ, ന്യൂസ് 18, കോന്നി.